ശ്രീ വിനോദ് മേക്കോത്ത്, ഇപ്പോഴെങ്കിലും കുറ്റബോധം തോന്നുന്നുണ്ടോ? കാരണം ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ജനൻ ടി വിയുടെ ഈ സംവാദ വേദിയിൽ ഈ വിഷയം ചർച്ച ചെയ്താണ് നേരത്തെ അന്ന് വിനോദ് മേക്കോത്ത് ഘോരഘോരം വാദിച്ചിരുന്നു അല്ലേ? ധർമ്മസ്ഥലയിൽ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തി, തലയോട്ടികൾ കണ്ടെത്തി, അതൊക്കെ 100% ശരിയാണ്, സത്യം പുറത്തു വരും എന്നൊക്കെ പറഞ്ഞ താങ്കൾ ഇപ്പോഴും ആ നിലപാടുമായിട്ട് മുന്നോട്ട് പോവുകയാണോ? ധർമ്മസ്ഥലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അന്വേഷണങ്ങളും പൂർത്തിയായോ? SIT പിരിച്ചുവിട്ടോ? കോടതി കേസിൽ വിധി പറഞ്ഞോ? എല്ലാ കാര്യങ്ങളും പൂർത്തിയായോ ശ്രീ അനിൽ നമ്പ്യാർ? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രാഥമിക റിപ്പോർട്ട് കൊടുത്തോ ശ്രീ വിനോദ് മേക്കോത്ത്? ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണെന്ന് താങ്കൾ പരിശോധിച്ചോ ശ്രീ വിനോദ് മേക്കോത്ത്? ആ റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞത് എന്ന് താങ്കൾ മനസ്സിലാക്കിയോ ശ്രീ വിനോദ് മേക്കോത്ത്? അതിലിവരെ അല്ല, ജനൻ ടി വിക്ക് പ്രത്യേകമായിട്ട് കിട്ടിയിട്ടുണ്ട്. താങ്കൾ ആമുഖത്തിൽ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഇങ്ങനെയൊരു റിപ്പോർട്ട് സമർപ്പിച്ചു, അത് സംബന്ധിച്ച് ഡിസംബർ 26 കോടതി അത് പോസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു വാർത്തയല്ലാതെ ദേശീയ മാധ്യമങ്ങളിലൊന്നും എനിക്ക് ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ജനൻ ടി വിയിൽ ആമുഖത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ എന്താണ് ഈ SITയുടെ റിപ്പോർട്ടിൽ താങ്കൾക്ക് പ്രത്യേകമായി ലീക്ക് ചെയ്ത് കിട്ടിയത് എന്നൊന്നും അറിഞ്ഞാൽ തരക്കേടില്ല. ഞാൻ ആമുഖം കേൾക്കാത്തത് കൊണ്ടാണ്. SIT പിരിച്ചുവിട്ടോ? SIT പിരിച്ചുവിട്ടില്ല. SIT സാവകാശം ചോദിച്ചിട്ടുണ്ട് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ. പക്ഷേ പ്രാഥമികമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു. 3000-ൽ പരം പേജുകൾ. ഒരു മിനിറ്റ്, താങ്കൾക്ക് അന്നും പുച്ഛമായിരുന്നു, താങ്കൾക്ക് അന്നും പരിഹാസമായിരുന്നു. താങ്കൾ ഇങ്ങനെ ഇടക്ക് കയറി സംസാരിക്കാതെ. താങ്കളല്ലേ എന്നോട് ചോദിച്ചത് ആ റിപ്പോർട്ട് എനിക്ക് ലീക്ക് ചെയ്ത് കിട്ടിയോ, ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല എന്ന്? എന്തൊരു ആവേശമായിരുന്നു മനാഫിനൊക്കെ, എന്തൊരു ആവേശമായിരുന്നു! എത്രയെത്ര വീഡിയോകളാണ് ചെയ്തത്. അയ്യോ, ശ്രീ വിനോദ് മേക്കോത്ത് താങ്കളും ഉണ്ടായിരുന്നല്ലോ കൂടെ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് വേണ്ട, താങ്കൾ കുറക്കണ്ടെന്നേ. അജ്ഞാത മൃതദേഹങ്ങളും തലയോട്ടികളും കെട്ടുകഥയാണ് എന്നാണ് ഇതിന്റെ രത്ന ചുരുക്കം. മാത്രമല്ല, ധർമ്മസ്ഥല ക്ഷേത്രത്തെ എതിർക്കുന്ന ഏതാനും വ്യക്തികൾ ചിന്നയ്യയെ സാമ്പത്തികമായി സ്വാധീനിച്ചാണ് കള്ളക്കഥ മെനഞ്ഞത്. ചിന്നയ്യ അടക്കം 6 പേരാണ് പ്രതികൾ. ആ പ്രതികളുടെ പേര് ഞാൻ പറയാം: മഹേഷ് ഷെട്ടി തിമറോഡി, ഗിരീഷ് മട്ടന്നവ, ജയന്ത്, വിറ്റൽ ഗൗഡ. പിന്നെ നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് മനാഫ് ഇവിടെ വന്നിരുന്ന ആവേശത്തോടെ പറഞ്ഞ സുജാത ഭട്ടും പ്രതിസ്ഥാനത്തുണ്ട്. ശ്രീ വിനോദ് മേക്കോത്ത്, താങ്കളുടെ ആവേശം ഒട്ടും കുറക്കണ്ട. വരട്ടെ. ഇനി എന്താ അറിയേണ്ടത് പറ. ഇന്ററീം റിപ്പോർട്ട് കൊടുത്തു എന്നാണല്ലോ ഇപ്പൊ താങ്കൾ പറയുന്നത്? അതെ, ഇന്ററീം റിപ്പോർട്ട് കൊടുത്തപ്പോൾ തന്നെ ഈ പറയുന്ന തരത്തിലുള്ള പ്രതികളെയൊക്കെ തീരുമാനിച്ചു, അവരെയൊക്കെ നടപടി എടുക്കാൻ പോവുകയാണോ? അല്ല, ഞാൻ നേരത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക. ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത്, ഒരു മിനിറ്റ്, ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് വിധേയമാക്കണമെന്നാണ് പറഞ്ഞത്. താങ്കൾ ഇടപെടല്ലേ? താങ്കൾ പറഞ്ഞത് ഞാൻ കേട്ടല്ലോ. ഈ പറയുന്ന തരത്തില് ഇവരെയൊക്കെ ഇതാ കഴിഞ്ഞു, ഇപ്പൊ തീർന്നു. അനിൽ നമ്പ്യാരെ പങ്കെടുത്ത ചർച്ചയിൽ പറഞ്ഞാണല്ലോ, മഹേഷ് ഷെട്ടി തിമറോഡിയെ അറസ്റ്റ് ചെയ്തു, ബാക്കിയുള്ളവരെയൊക്കെ അറസ്റ്റ് ചെയ്തു. തിമറോഡിയെ അറസ്റ്റ് ചെയ്തില്ല, ചിന്നയ്യയെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത്. നിങ്ങള് ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്റെ വായിൽ തിരുകാതെ. അനിൽ നമ്പ്യാർ അന്ന് ആവേശത്തോട് കൂടി, അനിൽ നമ്പ്യാർ കാണിച്ച ആവേശം, ജനൻ ടി വി കാണിച്ച ആവേശത്തിന്റെ ഫലമാണിത്. ടീം അന്വേഷിച്ച് കൂടുതൽ തലയോട്ടികളും മൃതദേഹങ്ങളും കണ്ടെത്തും എന്നൊക്കെ കരുതിയിരുന്നല്ലോ. അയ്യോ, നിങ്ങളുടെയൊക്കെ സ്വപ്നം പൂവണിഞ്ഞില്ല. അതിന്റെ നിരാശയുണ്ടാവും. നിരാശാബോധത്തിൽ നിന്നാണ് വിനോദ് ഇപ്പൊ ഇതൊക്കെ വിളിച്ചു പറയുന്നത് എനിക്കറിയാം. അല്ല, നിങ്ങളുടെ സുഹൃത്ത് എവിടെ പോയി? മനാഫ് എവിടെ പോയി? കാണാനില്ലല്ലോ. സ്വപ്നത്തിന്റെ പ്രശ്നമൊന്നുമില്ല. നന്മമരം മനാഫ് എവിടെ പോയി? നിയമവാഴ്ചയുള്ള ഒരു രാജ്യം. മനാഫ് വളരെ സുന്ദരമായിട്ട് അയാളുടെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു. ആണോ? കിട്ടുന്നില്ലല്ലോ. അയാളുടെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു. എന്താണോ അദ്ദേഹത്തിന്റെ തൊഴിൽ? അതിലൊന്നും ഒരു പ്രശ്നമില്ല. അദ്ദേഹം ഇവിടെ നാട്ടിൽ ഒരു കുഴപ്പമില്ല, വളരെ സുഖമായിട്ട് ഇവിടെ കഴിയുന്നുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ പൊള്ളയായിരുന്നുവെങ്കിൽ, ഇതൊക്കെ തെറ്റായ ഒരു കാര്യമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന തരത്തിൽ സൗജന്യയുടെ അമ്മയെ കാണാൻ
BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് 13 കൊല്ലങ്ങൾക്ക് ശേഷം സൗജന്യയുടെ അമ്മയെ കാണാൻ പോയത്? ആ അമ്മയ്ക്ക് എന്തുകൊണ്ടാണ് ഈ പോരാട്ടത്തിൽ നിയമപരമായ പിന്തുണ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് യെദ്യൂരപ്പയുടെ മകൻ വിജയേന്ദ്ര അവിടെ നിന്ന് വാക്കുകൊടുത്തത്? ഈ കേസെല്ലാം പൊള്ളയായിരുന്നുവെങ്കിൽ, ഇതെല്ലാം തെറ്റായിരുന്നുവെങ്കിൽ 13 കൊല്ലത്തിന് ശേഷം എന്തിനാണ് വിജയേന്ദ്ര സൗജന്യയുടെ അമ്മയെ കാണാൻ പോയത്? ഇതിന് ഉത്തരം പറയാൻ പറ്റുമോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, താങ്കളോടാണ് ഈ ചോദ്യം. താങ്കളുടെ മറുപടിയിലേക്ക് ഞാൻ വരാം ഇടവേളയ്ക്ക് ശേഷം. ഇടവേള.